വയനാട് കള്ളാടിയിൽ സംഭവിച്ചത് വരുത്തിവെച്ച വിന. വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഞെട്ടലാണ് വയനാട്. അത് വെറുമൊരു സ്വാഭാവിക ഉരുൾപൊട്ടലായി കണ്ട് തള്ളിക്കളയാനാവില്ലെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുഭാഷ് ചന്ദ്രബോസ് പ്രതികരിക്കുന്നു. വയനാട് കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ചൂരൽമലയിൽ നിന്ന് മേപ്പാടി ഭാഗത്തേക്ക് പോകുന്ന കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു പുഴയുടെ പാലം ഒഴിച്ചു പോവുകയും ആ പുഴയുടെ അടുത്തുള്ള പ്രദേശത്ത് ധാരാളം മണ്ണ് നിറയുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മീനാക്ഷിപുരം പുഴയിലാണ് ഇത് സംഭവിച്ചത്. പുഴയുടെ പാലത്തിലാണ് ഈ മണ്ണെല്ലാം വന്നത്. യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ സംഭവിച്ചത് കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വയനാട് തുരങ്കപാതയുടെ വയനാട് ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നത് കള്ളാടിയിൽ നിന്നാണ്. അതേസമയം കോഴിക്കോട് ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നത് ആനക്കാംപോയിൽ നിന്നാണ്. അപ്പൊ കള്ളാടിയിൽ നിന്ന് ആരംഭിക്കുന്ന തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണിന്റെ കുറെ ഭാഗം കൂടി അവിടെ ഇട്ടിരുന്നു. അതിന്റെ ഭാഗമായി ഇട്ടിരുന്ന പ്രദേശത്ത് 3 ദിവസം തുടർച്ചയായി മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം അതിന്റെ അടിഭാഗം, ഈ മണ്ണിട്ടിരുന്നതിന്റെ അടിഭാഗത്ത് വെള്ളം ഇറങ്ങുകയും അവിടെ ഇടിയുകയും അതിനെ തുടർന്ന് ഈ മണ്ണെല്ലാം ഒലിച്ചാണ് അവിടെ പോയിട്ടുള്ളത്. അതിന് മാത്രമല്ല, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി സുപ്രീം കോടതി വരെ കേസും പറഞ്ഞു. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കമ്മിറ്റി ആദ്യം ഇത് നിരസിക്കുകയും ഒരുപാട് വ്യവസ്ഥകളോടുകൂടി ഇതിന് അനുവാദം കൊടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ തുരങ്കപാതയെ കുറിച്ച് നിരവധി അഭിപ്രായവും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വയനാടിൽ കവളപ്പാറ, പുത്തുമല, അതുപോലെ തന്നെ ചൂരൽമല, പിന്നെ ഈ പറയുന്ന ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മണ്ണിടിച്ചിൽ സംഭവിച്ചത് മണ്ണിടിച്ചിലാണ്, ഉരുൾപൊട്ടലല്ല. മണ്ണിടിച്ചിലുണ്ട്, ലാൻഡ് സ്ലൈഡ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, സോയിൽ ഇറോഷൻ ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഉരുൾപൊട്ടലുണ്ട്. ഇങ്ങനെ പല അതിന്റെ ആഘാതം അനുസരിച്ച് ഓരോ പേരുകൾ ഇട്ട് വിളിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം ഒരു പ്രദേശത്തെ മണ്ണ് കുറയുമ്പോൾ, അതായത് ഇതിന്റെ ശക്തി കുറയുമ്പോൾ മഴവെള്ളത്തിന്റെ ശക്തി സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒലിച്ചു പോകുന്നതാണ് ഇതെല്ലാ പ്രോസസ്സും. അതോടൊപ്പം വലിയ ആഘാതത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഉരുൾപൊട്ടലെന്നും, അല്ല ചെറിയ തോതിൽ പോവുകയാണെങ്കിൽ മണ്ണിടിച്ചിലെന്ന് പറയും. അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം തുടർച്ചയായി മഴ പെയ്തിട്ടും നമ്മൾ അതിന് ഒരു പ്രിക്കോഷൻ എടുത്തില്ല എന്നുള്ളത് ഇതിനകത്തുള്ളൊരു പ്രധാന ഘടകമാണ്. പക്ഷേ വയനാട് പോലുള്ള സ്ഥലത്ത്, ഈ ചൂരൽമലയിലും ഈ പറയുന്ന സ്ഥലത്തും 300 മില്ലിമീറ്ററും 400 മില്ലിമീറ്ററും മഴ പെയ്ത് കണ്ട് പരിചയമുള്ള ഒരു ജനതയാണ് അവർ. അവർക്ക് 213 മില്ലിമീറ്റർ മറ്റെയാണ് ഇന്നലെ പെയ്ത മഴ. അപ്പോൾ അതുകൊണ്ട് അതവർക്ക് വലിയൊരു വിഷയം തോന്നിയില്ല. പക്ഷേ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു. ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച് മലയാളിക്ക് 3 പ്രശ്നങ്ങളാണുള്ളത്. ദുരന്ത നിവാരണത്തിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദുരന്തത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പ്, പ്രിപ്പയർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നാണ്. ദുരന്തങ്ങൾക്ക് മുമ്പുള്ളൊരു തയ്യാറെടുപ്പുണ്ട്. പക്ഷേ ആ തയ്യാറെടുപ്പിൽ മലയാളി ഇപ്പോഴും വളരെ വളരെ വീക്ക് തന്നെയാണ്. നമ്മുടെ സിസ്റ്റവും വളരെ വീക്കാണ്. ഇപ്പൊ ഈ പുതിയ ഗവൺമെന്റിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി സുനാമി, വരൾച്ച, 17 ഉരുൾപൊട്ടൽ, പിന്നെ ഓഹി, 18 പ്രളയം, 19, 20, 21 വർഷങ്ങളിൽ പ്രളയവും ഉരുൾപൊട്ടലുമായി ഇങ്ങനെ വിവിധ പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മൾ കണ്ടവരാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ദുരന്തത്തിൽ നിന്ന് ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് അറിയില്ല. എന്നാൽ ദുരന്ത മുഖത്ത് നമ്മൾ എത്തുകയും മന്ത്രിമാരും MLA മാരും കളക്ടർമാരും നമ്മുടെ സംവിധാനം ഓടിയെത്തുകയും ആവശ്യമായ പരിപാടികൾ നമ്മൾ ചെയ്യും. ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷനാണ് 3ാമത്തെ പരിപാടി. ആ റീഹാബിലിറ്റേഷനിൽ നമ്മൾ അത്ര പ്രാപ്തരല്ല. നമ്മൾ വളരെ പ്രാകൃതരാണ്. ഇപ്പൊ വയനാടൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വയനാട് ഇപ്പൊ മണ്ണിടിച്ചിലുണ്ടായ മലകൾ എന്ന് പറയുന്നത് കാമൽ ഹിൽസ് എന്നറിയപ്പെടുന്ന ഒട്ടക കുന്നുകളാണ്. വയനാട് പ്ലാറ്റോ, അതായത് സമതല പ്രദേശമാണ്, ഉയരത്തിൽ നിൽക്കുന്ന ഒരു സമതല പ്രദേശമാണ്. ആ ഉയരത്തിൽ നിൽക്കുന്ന സമതല പ്രദേശത്തെ ഒട്ടകത്തിന്റെ തല പോലെ ഇരിക്കുന്ന കാമൽ കുന്നുകളാണ്, അല്ലെങ്കിൽ ഒട്ടക കുന്നുകളാണ് ഈ കുന്നുകൾ. ആ കുന്നുകളുടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ പ്രദേശങ്ങളുണ്ട്. നല്ല സ്ലോപ്പാണ്, സ്റ്റീപ്പ് സ്ലോപ്പുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അവിടെ 100 വർഷത്തെ മനുഷ്യ ഇടപെടലും ഈ പ്രശ്നങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. ചേമ്പ്ര മലകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ, ചേമ്പ്ര മലകൾ എന്നാണ് അതിന്റെ പേര്. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു കവളപ്പാറ. അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ടായത് ഈ പറയുന്ന പോലെ ചൂരൽമല, മേപ്പാടി, അതിനിടയ്ക്കുള്ള കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിലാകെ എടുത്താൽ 2021 വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 വളരെ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 500ഓളം പേര് മരിച്ചു. 50 വർഷങ്ങൾക്കിടയിൽ
നിരവധി തവണ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ കറക്റ്റ് 50 വർഷം മുമ്പ് 500-ലധികം പേര് മരിച്ചു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ അത് എപ്പോഴാണ്, എത്ര ആളുകളാണ് മരിച്ചതെന്നൊന്നും ഇതുവരെ നമുക്കറിയില്ല. കാരണം അന്ന് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണല്ലോ. മാത്രമല്ല, ചൂരൽമലയിൽ കുറച്ചുപേർ അടിയിൽ പോയവരെ പിന്നെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. കാണാത്തവരെ മരിച്ചു എന്നുള്ള കണക്കല്ലേ എടുത്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അതൊരു സമതല പ്രദേശത്തിന് ഉയർന്നു നിൽക്കുന്ന കാമൽ കുന്നുകളാണ്, ചരിഞ്ഞ ഭൂമിയാണ്. അവിടെ മനുഷ്യ ഇടപെടലുകളുണ്ട്, പിന്നെ പ്ലാന്റേഷൻ ആക്കിയതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, ഏതൊരു പ്രദേശത്തിനും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, ഒരു വാഹക ശേഷിയുണ്ട്. വാഹക ശേഷിയേക്കാൾ കൂടുതൽ അവിടെ മനുഷ്യന്റെ വാസമുണ്ടെന്ന് ഞാൻ പറയില്ല, ജനസംഖ്യ കൂടുതലല്ല, പക്ഷെ മനുഷ്യന്റെ ഇടപെടലുണ്ട്. ടൂറിസത്തിന്റെ പേരിലും അല്ലാത്തതിന്റെയൊക്കെ പേരിൽ വലിയ ഇടപെടലുണ്ട്. അതും ഉയർന്ന മഴയും. ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിൽ ചെറിയ പ്രദേശത്ത് ചെറിയ കാലയളവിൽ വലിയ മഴ വരുന്ന രീതിയിൽ മഴയുടെ രൂപത്തിൽ മാറ്റം വന്നു. മേഘവിസ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ മഴയുടെ സ്വഭാവത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളെ ഇത്രയും രൂക്ഷമാക്കിയത്. പക്ഷെ മനുഷ്യർ ഇത് മനസ്സിലാക്കി, മലയാളികൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ പ്രിക്കോഷനുകൾ, മുൻകരുതലുകൾ എടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കളക്ടർ ചെയർപേഴ്സണായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചെയർമാനും സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള ദുരന്ത നിവാരണ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ പേപ്പറുകളിൽ ഉള്ളതല്ലാതെ കൃത്യമായി പ്രവർത്തിക്കുന്നതായി നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല.